ഉപ്പയും ഉമ്മയും തമ്മിൽ മാനസികമായ ഒരു അടുപ്പം ഉണ്ടായില്ല എന്നതാണ് ഇവിടെ അടിസ്ഥാന പ്രശ്നം. അത് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, സ്വാഭാവികമായും മരുമകൾക്ക് പിന്നെ അവരുടെ ജീവിതത്തിൽ വലിയ റോളില്ല. മനസ്സിലല്ലേ? ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് എന്ത് ചെയ്യണം, വേറൊരാളത് ചെയ്തു കൊടുക്കണം നമുക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അത്രയും വലിയൊരു ആത്മബന്ധമാണല്ലോ ഭാര്യ ഭർത്തൃബന്ധം. അതായത് 2 റൂമിൽ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, എത്ര വലിയ ഗൗരവപരമായ ഒരു വിഷയമാണ്. നമുക്കിപ്പോൾ ഒരു മനസ്സിണങ്ങിയ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്ക് എത്ര സമയം അകന്നു നിൽക്കാൻ പറ്റും. നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മുടെ വീട്ടിലേക്ക് വരാൻ പ്രേരിപ്പിക്കണ എന്താണ്, നമ്മുടെ ഭാര്യയും കുട്ടികളും ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് വളരെ സമാധാനമായിട്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യുക, സ്വകാര്യമായി ഉറങ്ങാൻ പറ്റുന്നവർക്ക് ഒന്നിച്ച് കിടക്കണമെന്ന് തോന്നുന്നില്ലെങ്കിൽ എത്ര അകലത്തിലാണ് അവിടെ മനസ്സുകൾ എന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പലപ്പോഴും വിവാഹ സമയത്ത് പരസ്പരം ഇഷ്ടപ്പെടാത്ത ആളുകൾ എത്ര വർഷങ്ങൾ ജീവിച്ചാലും ചിലപ്പോൾ അവർ മാനസികമായി ഇഷ്ടപ്പെടില്ല. മാനസികമായ ഇഷ്ടം എന്നുള്ളത് 2 ആളുകൾക്കിടയിൽ അത് ഉണ്ടാവണം. അത് ശരിക്കും ഒരു കാരണങ്ങളെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതല്ല ഇഷ്ടം. കാരണം ഇന്ന് ഒരു പെണ്ണിനെ ഞാൻ പോയിട്ട് വിവാഹത്തിന് വേണ്ടി കാണുമ്പോൾ അവളെ തന്നെ വേണം എന്നെൻ്റെ മനസ്സ് വാശി പിടിക്കത്തക്ക വിധത്തിൽ ഒരു നോട്ടത്തിലൊരു സ്നേഹം അവർക്കിടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതാണ് ശരിക്കും അള്ളാഹു ഉണ്ടാക്കുന്ന ആ ഭാര്യ ഭർത്തൃ സ്നേഹം. കാരണം അതിനെ തോൽപ്പിക്കാൻ ജീവിതത്തിൽ മറ്റൊന്നിനും പറ്റില്ല എന്നുള്ളതാണ്. അത് ഉണ്ടായി പോവാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. ഇനി എന്തെങ്കിലും അവരുടെ പെരുമാറ്റ പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ പരിഹരിച്ച് വാപ്പനും ഉമ്മനെയും കുറച്ചും കൂടി സ്നേഹത്തിൽ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഇവളുടെ കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകും. ഇനി ഇവളെ പ്രശ്നം ഇനിയിപ്പോൾ ഇവർ പരിഹരിക്കണ്ടായിരിക്കും എങ്കിലെന്താണ്, ഇവളുടെ പ്രശ്നം പരിഹരിക്കേണ്ട അവളല്ല, ശരിക്കും ഇത് ഭർത്താവാണ് പരിഹരിക്കേണ്ടത്. എത്രത്തോളം അവൾ ചെയ്യണം, എത്രത്തോളം ചെയ്യേണ്ടതില്ല എന്നതിൻ്റെയൊക്കെ അതിർവരമ്പുകൾ നിശ്ചയിച്ച് കൊടുക്കേണ്ടത് ആരാണ്? ഭർത്താവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പെരുമാറാൻ ഭർത്താവിന് സാധിക്കുമെങ്കിൽ സ്വാഭാവികമായി ഇവിടെ വിഷമങ്ങൾക്ക് നമ്മുടെ പീസ് റേഡിയോട് പറയുന്നതിനേക്കാളും അതിൻ്റെ പരിഹാരം കാണാൻ കഴിയുന്നവനാണെന്ത്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഈ കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുന്നത്. ഇനി അദ്ദേഹവും പരിഹാരം ഉണ്ടാക്കണില്ല, ഇവർ തമ്മിലൊരു സ്നേഹം വന്ന് പരിഹാരമാകുന്നില്ല എങ്കിൽ ഓരോരുത്തരും അവനവനെ കൊണ്ട് കഴിയുന്നതല്ലേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് കഴിയാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യുക. മറ്റത് ചെയ്യൂല പറയണ്ട. ആ സമയത്ത് എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് അവരെന്ത് ചെയ്യുക, കണ്ടെത്തുക, അതവർ ചെയ്യുക. അവർക്ക് സാധിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ട് എന്ത് ചെയ്യുക, മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ.